ലാസ്റ്റ് ഷേപ്പ് ചെയ്യാൻ നേരത്താണ് ഇത് വമ്പൻ ഫ്ലോപ്പായി പോയോട്ടോ. ടേസ്റ്റിന് നോ കോംപ്രമൈസോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലമിഠായി ഉണ്ടാക്കലാണ് കേട്ടോ. അതായത് കപ്പലണ്ടി മിഠായി. നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കും നല്ല സ്വാദുള്ള നല്ല ഒരു കടലമിഠായി ഉണ്ടല്ലോ. പഴയ കാലങ്ങളിൽ കപ്പലണ്ടി മിഠായി എന്ന് പറഞ്ഞാൽ മെയിൻ സാധനമായിരുന്നു. കടയിലൊക്കെ കിട്ടുന്നേക്കാൾ നല്ല കിടിലൻ ടേസ്റ്റിലാണ് നമ്മൾ കടലമിഠായി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കടലമിഠായി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് കടല മേടിച്ചിട്ടുണ്ട്. അതായത് കപ്പലണ്ടി പച്ച കടലയാണ് ഇത്. ഫസ്റ്റ് തന്നെ ഇത് വറുത്തെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത് മിഠായി ആക്കി മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്നത് കണ്ടാലോ? നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കടല നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കപ്പലണ്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന 1/2 കിലോ കപ്പലണ്ടി കേട്ടോ. സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിൽ നിന്ന് ഒരു മിനിമത്തിലേക്ക് വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്ന കപ്പലിന്റെ പുറംഭാഗം എല്ലാം വേഗം കരിഞ്ഞു പോവും. ഉള്ളു നല്ലപോലെ മുരിഞ്ഞു കിട്ടാം കേട്ടോ. അതുകൊണ്ട് ചെറു തീയിൽ നല്ലപോലെ ഇളക്കി നല്ലപോലെ വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലാണ് ഈ കപ്പലണ്ടിയുടെ എല്ലാ ഭാഗത്തും നല്ലപോലെ ഇതിന്റെ ചൂട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന കപ്പലണ്ടി ഏകദേശം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇട്ട ഏകദേശം ഒരു 10-15 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇടും കേട്ടോ. അതായത് ഫ്ലെയിം ഉള്ളപ്പോൾ നിങ്ങൾ ഇളക്കൽ നിർത്തരുത്. ഫുൾ ടൈം മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് അതിൻ്റെ ഹീറ്റ് എത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ഈ കപ്പലണ്ടി നല്ല ഫ്രൈ ചെയ്ത മണമൊക്കെ വരുമല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ആ ഒരു നല്ല സ്മെല്ല് വരും കേട്ടോ. അതും പിന്നെ ഇതിൻ്റെ പുറംതൊലിയുടെ ആ ഒരു ബ്രൗണിഷ് ഷെയ്ഡും കൂടെ കയറി വരും. അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് തോന്നൂല. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേനും നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഈ ചൂടത്ത് ഇത് ക്രിസ്പി ആയിട്ട് കിടത്തില്ല. നമുക്ക് ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇത് ചൂടാറാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം കേട്ടോ. ശരിക്കും തണുത്തിട്ടൊന്നുമില്ല, ഇതിന് ചെറിയ ചൂടുണ്ട്. എന്നാൽ തന്നെ നമുക്ക് തൊലിയൊക്കെ കളയാട്ടോ വേഗം തന്നെ. ഇത് കണ്ടോ. നമുക്ക് ഒരു പിടുത്തം കടല ഇങ്ങനെ എടുത്തതിന് ശേഷം കണ്ടോ കൈ കൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തിരുമ്മി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അത്യാവശ്യം തൊലിയൊക്കെ പോകും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം കണ്ടോ ഇങ്ങനെ വിടുമ്പോഴത്തേന് ഇതിൻ്റെ തൊലി നല്ല രസം. ഇപ്പോഴത്തേക്കും നമ്മൾ കടലയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനെ രണ്ടായിട്ട് വിടിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരുപാട് പാടൊന്നുമില്ല. നമ്മൾ കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയും 2 പീസുമായിട്ട് വരും കേട്ടോ. എന്നിട്ട് ആ തൊലി ജസ്റ്റ് നമുക്കൊന്ന് കാറ്റത്ത് ഊതി വിടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തൊലി വേഗം മാറിപ്പൊക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ ഈ കടലകളെല്ലാം ഫ്രൈ ചെയ്ത കടലെല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ നല്ലപോലെ നല്ല ക്രിസ്പി ആയിട്ടോ അടിപൊളിയായിട്ട് കിട്ടി. ഇത് ഇനി നമുക്ക് ഈ കടലമിഠായി ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലണ്ടി എടുത്തേക്കുന്ന 1/2 കിലോയാണ്. അതിൻ്റെ 1/3 ഭാഗം നമുക്ക് ശർക്കര എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊരു 150 ഗ്രാമോളം ശർക്കരയാണ് ഞാനിപ്പം കടലമിഠായി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാൻ പറ്റുന്നു. അപ്പോൾ ശർക്കര ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ എന്തെങ്കിലും വെച്ച് ഇടിച്ചൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇത് മെൽറ്റാക്കി എടുക്കാം, ഉരുക്കിയെടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് നമ്മൾ കപ്പലണ്ടി വറുത്ത ആ ഒരു പാൻ തന്നെയാണ്. അതിനകത്തേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കര ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെച്ചാൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ശർക്കര ഉരുക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ശർക്കര വേഗം കരിഞ്ഞ ഒരു സ്മെല്ല് കയറി കേട്ടോ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് ശർക്കര ഉരുക്കിയെടുക്കാവുള്ളൂ. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഏലക്ക എടുത്തിട്ട് പൊടിച്ചെടുത്താണ്. അതോടെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് നമ്മൾ ഇട്ടായിരുന്ന ശർക്കര എല്ലാം നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് നല്ലപോലെ തിക്നെസ് ആക്കി എടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ശർക്കരയിലൊക്കെ ഉള്ള കല്ലും അതേപോലെ നാരും കാര്യങ്ങളെല്ലാം നമ്മുടെ കടലമുട്ടായിൽ വരും കേട്ടോ. അതുകൊണ്ട് ശർക്കര ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കണം ഫസ്റ്റ്. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തതിൻ്റെ കുറച്ച് കരടും പൊടികളും ഒക്കെ ഉണ്ടോ. ഇതാണ് ഇത് അരിക്കാനുള്ള മെയിൻ കാരണം കേട്ടോ. അപ്പോൾ ഇത് അരിച്ചതിന് ശേഷം നമുക്ക് ഇനിയും ചൂടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അരിച്ചു വെച്ചേക്കുന്ന ഇത് നമുക്ക് ഈ ഒരു പാനിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ ഉണ്ടോ ഈ ഒരു തിക്നെസ്സിൽ കിട്ടി. ഇത് നമ്മൾ അരിച്ചിട്ട് വീണ്ടും ഇതിനകത്തേക്ക് ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ തിക്നെസ്സിൽ ഇത് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ അങ്ങനെ എടുക്കാത്തത് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്ര ലൂസാക്കിയിട്ട് ഫസ്റ്റ് അരിച്ചെടുത്തത്. അതിന് ശേഷം നമുക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തിക്കാക്കി എടുക്കുക. അത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം വീണ്ടും കുറച്ച് ഡാർക്ക് കളറായിട്ടുണ്ട്. അത്യാവശ്യം ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് സെറ്റ് ആയോ എന്ന് അറിയാനായിട്ട് ഒരു വഴിയുണ്ട്. നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതിൽ നിന്നൊരു 2 തുള്ളി ഞാൻ ഇട്ട് നോക്കണം കേട്ടോ. കണ്ടോ, ജസ്റ്റ് നമ്മളിപ്പം കൈ കൊണ്ട് എടുക്കുവാണെങ്കിൽ തന്നെ അത് നല്ല കട്ടിയിൽ കിട്ടും കേട്ടോ. ഇതുണ്ടോ, ഇതേപോലെ നമുക്ക് ഗ്ലാസ്സിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം സ്റ്റോപ്പ് ചെയ്യാം. ഈ ശർക്കര സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഇത് സ്റ്റൗ ഓഫ് ചെയ്യണ്ട. ഇത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കപ്പലണ്ടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോഴും സ്റ്റൗ ഓഫ് ചെയ്ത് ചെറിയ ചൂടോടെ ഇരുന്നിട്ട് ഇത് ഇതിനകത്തോടെ മിക്സ് ആവണം കേട്ടോ. ശരിക്കും കപ്പലണ്ടിയിലെല്ലാം മിക്സ് ആകണം. ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ശർക്കര കുറച്ചുള്ളൂ എന്ന് തോന്നിയാൽ തന്നെ ഇത് മിക്സ് ആയിട്ട് വരുമ്പോൾ ഫുള്ളായിക്കോളും കേട്ടോ. നല്ലപോലെ ഈ പാനിനകത്ത് വെച്ച് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ നല്ലപോലെ ഹാർഡായി പോകുന്നത്. അതുകൊണ്ട് ചെറു ചൂടി വെച്ച് തന്നെ വേണം ഇതിങ്ങനെ മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മളെടുത്തേക്കുന്ന ആ കപ്പലണ്ടിയും ആ ഒരു മിക്സും എല്ലാം കറക്റ്റ് പാകമായിരുന്നു. അതിൻ്റെ ആ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇത് ഉറക്കണതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ട ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. അപ്പം അതിനുവേണ്ടി നമുക്ക് നമ്മുടെ പാത്രത്തിനകത്തേക്ക് മാറ്റാം. ഈ ചപ്പാത്തി പരത്തുന്ന ഇതെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കപ്പലണ്ടി മിഠായി കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയതെല്ലാം സെറ്റായിരുന്നു. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഷേപ്പ് ചെയ്യാൻ നേരത്താണ് ഇത് വമ്പൻ ഫ്ലോപ്പായി പോയി കേട്ടോ. അപ്പോൾ ഷേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കറക്റ്റ് സ്ക്വയറിലുള്ളതോ റൗണ്ടിലുള്ള നല്ലൊരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് ഇട്ട് ഷേപ്പാക്കി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചതിന് ശേഷം ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി ഉണങ്ങാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ഇരിക്കും കേട്ടോ. ശരിക്കും ഉണങ്ങിയതിന് ശേഷമാണ് ഇത് പിന്നെ അടർന്നു വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സാധനം എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിലും ആക്കിയിട്ടുണ്ട്. അപ്പോൾ റൗണ്ടും സ്ക്വയറും ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവത്തിന് ടേസ്റ്റൊക്കെ ഉണ്ട്. ഷേപ്പ് ആക്കിയത് നമ്മുടെ ഫുള്ള് പാളിപ്പോയി. ഇങ്ങനെയല്ല ശരിക്കും ഷേപ്പ് ആക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ഉണങ്ങിയിട്ടാണ് നമ്മൾ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് റൗണ്ടാക്കി വെച്ചു കേട്ടോ. റൗണ്ടാക്കാൻ നമ്മൾ കൈ കൊണ്ട് തന്നെ റൗണ്ടാക്കി എടുത്തേക്കുന്നതാണ് കണ്ടോ. അപ്പോൾ കപ്പലണ്ടി മിഠായി റൗണ്ടിലും സ്ക്വയറിലും കിട്ടും. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കഴിച്ച് നോക്കാം. ഷേപ്പ് കൊള്ളില്ലെങ്കിലും ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് റൗണ്ടിലുള്ളതാണ്. നമുക്ക് ഒരെണ്ണം എടുക്കാം കേട്ടോ. ഷേപ്പിലൊരു കാര്യമില്ല, ടേസ്റ്റിലാണ് കാര്യം. സൂപ്പറാണ്. ടേസ്റ്റിന് നോ കോംപ്രമൈസ്. പക്ഷേ നമ്മുടെ ലുക്കാണ് ഇതിന് ഫുള്ള് പോയട്ടോ. അടിപൊളി ടേസ്റ്റാണോ. കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെ തന്നെ സെയിം ടേസ്റ്റിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ലാസ്റ്റ് ഷേപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. നമ്മൾ ഒഴിച്ചതിന് ശേഷം പ്രസ് ചെയ്ത് അതിനെ ഉണക്കിയതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കുഴച്ചതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ആക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് ചൂടുള്ളപ്പോൾ നമുക്ക് റൗണ്ട് ആക്കാനും പറ്റില്ല, കൈ പൊള്ളിപ്പോവും. അതുകൊണ്ട് ചൂടൊക്കെ നോക്കി കൈയിൽ നിന്ന് പൊള്ളാത്ത ഒരവസ്ഥയിലാണ് നമ്മളിങ്ങനെ കുറച്ച് റൗണ്ടാക്കി എടുത്തത് കേട്ടോ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.